ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡ. ഇൻട്രാഡേക്ക് മോർണിംഗിൽ തന്നെ മൂവ്മെൻറ്റുള്ള സ്റ്റോക്കുകൾ നമ്മുടെ സ്കാനർ ഉപയോഗിച്ച് കറക്റ്റ് ട്രെൻഡ് മനസ്സിലാക്കി ഒരു ട്രേഡ് മിസ്സാകാതെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ പിക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ സെക്കൻഡ് മെയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീല്, അതേപോലെ അംബുജ സിമെൻറ്റ്, അതേപോലെ വോൾട്ടാസ്, അങ്ങനെ ഒരുപാട് നമുക്ക് പെർഫോമൻസ് ഉള്ള സ്റ്റോക്കുകൾ നല്ല രീതിയിലേക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ട്രെൻഡ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റിൻ്റെ സ്കാനറിൽ തന്നെ കാണിച്ചു തരും. ഇപ്പം നല്ല സ്ട്രോങ് ബുള്ളിഷാണോ ബിറിഷാണോ, അതേപോലെ തന്നെ കറക്റ്റ് നമുക്ക് മാർക്കറ്റിനെയും തിരിച്ച് ഏത് പോർഷനിലേക്ക് കറക്റ്റ് ട്രെൻഡ് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സ്കാനറിൽ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ട്രേഡ് മിസ്സാകാൻ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഈ സ്കാനറിലൂടെ സാധിക്കുകയും ചെയ്യും. അപ്പം അത് എങ്ങനെ സ്കാനർ വർക്കൗട്ട് ആവുന്നു, അതേപോലെ സോഫ്റ്റ്വെയർ എങ്ങനെ ഒരു നമുക്ക് കറക്റ്റ് ബ്രേക്ക് ഔട്ട് എങ്ങനെ പിടിക്കാമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ടാറ്റ സ്റ്റീലിൻ്റെ ഇപ്പോഴത്തെ ചാർട്ടാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ്റെ ചാർട്ടാണ്. ടോട്ടൽ 8 സ്ട്രാറ്റജികളുണ്ട്. 2009 തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ട്രാറ്റജി മൂലം 8 എണ്ണം. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. സെൽ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മുകളിൽ കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ഇതാണ് സെൽ സിഗ്നൽ, ഇതാണ് ബൈ. അപ്പോൾ ഇതിനകത്ത് രാവിലെ ബൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. രാവിലെ ബൈ ട്രേഡ് വന്ന് മാർക്കറ്റ് നല്ല രീതിയിലേക്ക് ബ്രേക്ക് ഔട്ട് കയറി പോയിട്ടുണ്ട്. ഇപ്പോഴാണ് സെല്ല് വന്നിരിക്കുന്നത്. സെല്ല് നമുക്ക് വന്ന ഡീറ്റെയിൽസ് മേലിലും താഴെയും കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റുകളും സ്റ്റോപ്പ് ലോസും. പിന്നീട് വരുന്നത് റീ എൻട്രീസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കോർണറിൽ റീ എൻട്രി കാണിക്കുക. അപ്പോൾ സെല്ല് വന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് താഴ്ത്തിറങ്ങും മാർക്കറ്റ്. അപ്പോൾ ഇതിവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതി താഴ്ത്തും. ഇത് ഓൾറെഡി ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ സപ്പോർട്ട് എടുത്തുകയാണെങ്കിൽ മാത്രമേ താഴേക്ക് പോകത്തുള്ളൂ. അപ്പോൾ സപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ റീ എൻട്രി വരുന്ന സമയത്ത് റീ എൻട്രി എടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിന് മുമ്പ് ബൈ വന്നതും സിഗ്നൽ കൺഫേമായി ബ്രേക്ക് ഔട്ട് പോയി നേരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇൻ കേസ് അവിടെ നിന്ന് നമുക്ക് മിസ്സായാലും നെക്സ്റ്റ് പുൾ ബാക്ക് കഴിഞ്ഞ് പിന്നീടും ബ്രേക്ക് ഔട്ട് പോകുന്ന സിറ്റുവേഷനിൽ അവിടെ നിന്ന് എടുക്കാം. ഇവിടം വരെ എക്സിറ്റ് നമുക്ക് ഇവിടുന്ന് കുറച്ചും താഴേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചു വിടാം. അപ്പം അതേപോലെ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിലും ഇതേപോലെ തന്നെ രാവിലെ ബൈ വന്ന് ബ്രേക്ക് ഔട്ട് കയറി നേരെ മാർക്കറ്റ് കയറി. ഇടയ്ക്കൊരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിരുന്നു. സെല്ല് വന്നിട്ടുണ്ട്, പക്ഷേ അവിടെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. മാർക്കറ്റ് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സെല്ല് ആക്റ്റീവ് ആയിട്ടില്ല. അപ്പം ഈസിയാണ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കളർ കോമ്പിനേഷൻ നോക്കാം. നമുക്ക് സൈഡ് വേസിൽ മനസ്സിലാവും. ട്രെൻഡ് ലൈനിൻ്റെ കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് മാർക്കറ്റിൻ്റെ ഇപ്പം ട്രെൻഡ് ലൈൻ ചേഞ്ച് ആയി ചെറുതായിട്ടൊന്ന് ഡൗൺ ഇറങ്ങുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് അവിടെ കൺഫർമേഷൻസ് നമ്മുടെ സോഫ്റ്റ് കൺഫർമേഷൻ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് സെല്ലായിരിക്കത്തില്ല, സ്ട്രോങ് അല്ലെങ്കിൽ ബൈ ആയിരിക്കത്തില്ല. അപ്പോൾ അവിടെ തിരിച്ച് കയറാൻ ചാൻസ് ഉള്ള സിഗ്നൽസ് ആയിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് നോക്കി എടുക്കാൻ പറ്റും. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ വോൾട്ടാസിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 സിഗ്നൽ റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് കളർ ചേഞ്ച് കാണുമ്പം അവിടെ കട്ട് ചെയ്ത് വിടാം, അല്ലെങ്കിൽ തിരിച്ച് കയറുമ്പോൾ നമുക്ക് ആ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ലാസ്റ്റത്തെ ട്രേഡ് 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് ഹൈക്കാണ് നമുക്ക് ഈ വോൾട്ടാസ് 2 ട്രേഡിൽ നിന്നും കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മറ്റേ ഇൻഡിഗോയുടെ ചാർട്ടും. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇൻഡിഗോയുടെ രാവിലെ ചെറിയ ഡൗൺ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഡൗൺ ട്രെൻഡ് ഇല്ല. പിന്നെ തിരിച്ച് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കയറി, പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ തിരിച്ചിറങ്ങിയിട്ടാണ് പിന്നെ കയറിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ലേറ്റസ്റ്റ് ബൈ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്കിവിടെ മേലിലും താഴെ കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റ് ചെയ്ത ലെവലിനെ കട്ട് ചെയ്തപ്പോൾ അവിടെ നേരെ മാർക്കറ്റ് മേലിലേക്ക് കയറി. ഇപ്പോൾ ഇവിടം വരെ കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങിയിട്ടാണ് കയറിയിരിക്കുന്നത്. 4096 വരെ നമുക്ക് കയറിയിട്ട് 4060 വരെ മാർക്കറ്റ് ഇറങ്ങിയിട്ട് പിന്നെ ബ്രേക്ക് ചെയ്ത് കയറി. അപ്പോൾ ട്രെൻഡ് ലൈൻ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഡൗണിഷ് നമുക്ക് സ്റ്റാർട്ടായി നമുക്ക് മനസ്സിലാകും. പക്ഷേ അവിടെ ഒരു സ്ട്രോങ് ഡൗൺ ആകണമെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ കളറും നമുക്ക് കൺഫർമേഷൻ ബാർ എല്ലാം മാച്ചിങ് സെയിമിൽ വരണം. എന്നാലേ നമുക്ക് അവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. താങ്ക് യു വെരി മച്ച്.